ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുന്ന വെർബേനിയ ചെടികളാണ് കേട്ടോ. ചെറു പൂക്കൾ കുലകളായിട്ടുണ്ടാകുന്ന ഒരിനം അലങ്കാര സസ്യത്തിൻ്റെ ജനുസാണ് നമ്മുടെ വെർബേന എന്ന് പറയുന്നത്. അർജന്റീന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ ജന്മദേശമായിട്ട് വരുന്നത്. ഇന്ന് നമ്മുടെ നാടുകളിലും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ചെടി പിടിച്ചു കെട്ടി വരുന്നുണ്ട്. നമ്മുടെ ഈ വെർബേന സുന്ദരി ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഹാങ്ങിങ് പോട്ടിലൊക്കെയാണ്. പിന്നെ അതും അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ബോർഡറൊക്കെ ആയിട്ട് വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്ന നല്ല സുന്ദരിയായ ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ പൂക്കൾ തന്നെയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പൂക്കൾ, അതായത് ഒരു കുലയിൽ ഒരുപാട് പൂക്കളാണ് കാണുന്നത്. പിന്നെ വളരെ ചെറിയ ചെറിയ ഇലകളുമാണ് കേട്ടോ ഈ ചെടിക്ക് കണ്ടുവരുന്നത്. 1.5 അടി മാത്രമാണ് കേട്ടോ ഈ ചെടിക്ക് പൊക്കം വരുന്നത്. കടും പച്ച നിറത്തിലോ ഇളം പച്ച നിറത്തിലോ ഉള്ള ഇലകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നക്ഷത്രാകൃതിയിലുള്ള ഈ പൂക്കൾ തണ്ടുകളിൽ കുലയായിട്ടാണ് ഉണ്ടാകുന്നത്. ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യം ഈ ചെടിക്കില്ല. എന്നിരുന്നാലും നമ്മൾ ദിവസം ഒരു തവണയെങ്കിലും നനയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഒരുപാട് സൂര്യപ്രകാശമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം നോർമലായിട്ടുള്ള സൂര്യപ്രകാശമൊക്കെ ഈ ചെടിക്ക് പൂക്കൾ ഉണ്ടാകാനായിട്ട് വളരെ നല്ലതാണ്. ചട്ടികളിൽ വെച്ച് പിടിപ്പിക്കുന്നതിനേക്കാളും വളരെ ഭംഗി കൂടുന്നത് ഇതേപോലെ നിലത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ സെയിലിന് വന്നിരിക്കുന്ന ചെടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കവറുകളിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതേപോലെ നിലത്ത് ഈ ചെടി ഒന്ന് വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കുക. അതായിരിക്കും വളരെ ഭംഗിയായിട്ട് നമുക്ക് തോന്നുക കേട്ടോ. പല നിറത്തിലുള്ള പൂക്കൾ ഇടകലർത്തി വെച്ച് കഴിഞ്ഞാൽ കാണാൻ വളരെ ഭംഗിയാണ്. കൂടാതെ കാര്യമായ അസുഖങ്ങളൊന്നും ഈ ചെടിയിൽ കാണാറില്ല. ഇത് നമ്മുടെ ഈ പാടത്തൊക്കെ കാണുന്ന പുല്ല് പോലെയുള്ള ഇലകളാണ് കേട്ടോ. അതിൽ നിന്നാണ് ഇത്രയും ഭംഗിയായിട്ടുള്ള പൂക്കൾ വരുന്നത്. എന്നിരുന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ഫെർട്ടിലൈസേഴ്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ഫംഗിസൈഡായിട്ടുള്ള സാഫൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് തളിച്ചു കൊടുത്താൽ ആ ചെടിയെ കുറച്ചുകൂടി കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ചെടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് തൈകൾ നമുക്ക് ഈ ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നിരിക്കുന്ന വെർബേനിയ സുന്ദരികളാണെന്ന്. ഈ വെർബേനിയ സുന്ദരികൾ പ്രധാനമായിട്ടും നമുക്ക് വരുന്നത് പൂനെയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ എടുക്കുക. ഏത് പ്ലാന്റാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനകത്തേക്ക് ഒരു മെസ്സേജ് വിടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെർബേനിയ സുന്ദരിയുടെ റേറ്റ് പറയുന്നത് 90 രൂപയാണ്. നമ്മളെപ്പോഴും ഒരേപോലത്തെ ചെടികൾ മാത്രം വെച്ച് പിടിപ്പിക്കാതെ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ കൂടി വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പം നമ്മൾ ഓരോ ചെടികളുടെയും സീസൺ കഴിയുമ്പോൾ അതിനകത്ത് നമ്മുടെ പൂന്തോട്ടത്തിലെ പുതിയ പുതിയ ചെടികളിലും നിറയെ പൂക്കൾ ഉണ്ടായി കാണാനായിട്ട് നമുക്ക് കഴിയുമല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വെർബേനിയയുടെ ചെറിയൊരു വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.